സിംഗ് ലിറ്റിൽ ബേഡി, പാടു കുഞ്ഞിക്കിളി. ബേഡി ഇതെന്ന് പറയുന്നത് ഒരു ഓൾഡ് ഇംഗ്ലീഷിലുള്ള ഒരു കവിത ഇവിടെയാണ് കേട്ടോ. ഇത് നമ്മുടെ മോഡേൺ ഇംഗ്ലീഷ് അല്ല. ലൈക്ക് നമ്മുടെ ആറിന് പകരം ആർട്ട്, യുവിന് പകരം തൈ. അപ്പൊ അതുപോലെ ഈ ഓൾഡ് ഇംഗ്ലീഷ് നമ്മുടെ പഴയ ഇപ്പോഴും യൂസ് ചെയ്യുന്ന ഇംഗ്ലീഷ് ഉണ്ട് ഇത്. പക്ഷെ ഇത് പഴയ കാലത്ത് യൂസ് ചെയ്യുന്ന ഒരു ഇംഗ്ലീഷ്, അതായത് ബേഡി. അപ്പോൾ ആ രീതിയിലൊക്കെ പറഞ്ഞിട്ടുള്ളത്. ഇതൊരു സിമ്പിൾ ആയിട്ടുള്ള ഒരു എന്ത് പറയുന്നത്, ഇതിന്റെ മീനിങ് എന്ന് പറയുന്ന ആകെപ്പാടെ 3 വരിയേ ഉള്ളൂ കേട്ടോ. എന്ത് പറ്റിയ അത് ഭയങ്കര ചിരി, അതുകൊണ്ട് ചോദിച്ചതാ. Sing little birdie sing, on topmost branches high, and when thou spreads thy airy wings, let not ഇതിന്റെ മീനിങ് എന്താ? സിംഗ് ലിറ്റിൽ ബേഡി സിംഗ്, പാടു കുയിലെ പാടു, ഓൺ ടോപ്പ് മോസ്റ്റ് ബ്രാഞ്ചസ് ഹൈ, ഏറ്റവും ഉയരമുള്ള കൊമ്പിലിരുന്ന് പാടു, ഏറ്റവും ഉയർന്ന മരച്ചില്ലയിലിരുന്ന് പാടു. ആൻഡ് വെൻ ദൗ സ്പ്രെഡ്സ് thy airy wings, let not the sweet notes die. അപ്പോ ചിറകുകൾ വിരിക്കുമ്പോഴും മനോഹരമായി പാട്ട് പാടുന്നത് നിർത്തരുത്. അതായത് when thou spreads thy airy wing, നിന്റെ മനോഹരമായ ചിറകുകൾ വിരിക്കുമ്പോഴും നീ പാട്ട് പാടുന്നത് നിർത്തരുത്. let not the sweet notes die, അതായത് നീ പാട്ട് പാടുന്നത് നിർത്തരുത്, നിന്റെ പാട്ട് അവിടെ ഒരു അന്ത്യമാവരുത്, നീ ഉച്ചത്തിൽ പാടൂ എന്നാ പറയുന്നത്. ബട്ട് ലോങ്ങർ ലൗഡർ ബി, എത്ര നേരം വേണമെങ്കിലും, ലോങ്ങർ ധാരാളം സമയം, ലൗഡർ ബി ഉച്ചത്തിൽ, ഏറ്റവും ഉച്ചത്തിൽ പാടൂ. until the echoes ring that hide away where none may see but only hear them sing. അതായത് നീ ഉച്ചത്തിൽ പാടൂ, അതിൻ്റെ ആ ഒരു സൗണ്ട്, അതിൻ്റെ ആ ഒരു എക്കോ അത് ഉയരത്തിൽ നിൽക്കട്ടെ. അതായത് അത് ആ സൗണ്ട് ഇങ്ങനെ പാറി നടക്കട്ടെ. ദാറ്റ് ഹൈഡ് അവേ വേർ നൺ മേ സീ ബട്ട് ഓൺലി ഹിയർ ദം സിംഗ്. അതായത് ഈ പക്ഷിയെ കാണുന്നതിനും അപ്പുറം, അല്ലെങ്കിൽ പക്ഷിയെ കാണുന്നതിനും അപ്പുറം, ഈ കാണുന്നതിനേക്കാൾ ഉയരത്തിൽ പാട്ട്, ആ പാട്ടിന്റെ ആ ഒരു വോയിസ് അത് എല്ലായിടവും എത്തട്ടെ, എല്ലാ സ്ഥലങ്ങളിലും എത്തട്ടെ. നമ്മൾ കണ്ടില്ല എങ്കിലും കുഴപ്പമില്ല, നമ്മൾ ആ കിളിയെ കണ്ടില്ല എങ്കിലും കുഴപ്പമില്ല, പക്ഷെ അതിന്റെ ആ സൗണ്ട്, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു സ്വീറ്റ് സൗണ്ട് നമ്മൾ കേൾക്കട്ടെ എന്നാണ് കവി ഇവിടെ പറയുന്നത്. Me thinks that I could stay forever with thee here, and list thy strain the livelong day, forgetting sorrow's tear. അപ്പോ ആകാവുന്നിടത്തോളം me thinks that I could stay, ഞാൻ ആലോചിക്കുന്നത് എനിക്ക് എത്രത്തോളം വേണമെങ്കിലും ഇവിടെ നിൽക്കണമെന്നാണ്. ഫോർ അവർ വിത്ത് ദി ഹിയർ, ഇവിടെ നിന്റെ കൂടെ, വിത്ത് യു ഹിയർ, ദി മീൻസ് യു, നിന്റെ കൂടെ ഇവിടെ എത്ര നേരം വേണമെങ്കിലും നിൽക്കണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആൻഡ് ലിസ്റ്റ് തൈ സ്ട്രെയിൻ ദ ലീവ് ലോങ് ഡേ, ഫോർഗെറ്റിംഗ് സോറോസ് ടിയർ. അതായത് ആ പാട്ട് കേട്ട്, നമ്മുടെ കുഞ്ഞിക്കിളിയുടെ പാട്ട് കേട്ട് എൻ്റെ സങ്കടങ്ങളെല്ലാം മാറുന്നതുവരെ, അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളെല്ലാം, സ്ട്രെയിൻ അതായത് നമ്മൾ ഇവിടെ നിന്ന് ഈ എൻ്റെ സോറോസ്, അതായത് എൻ്റെ സങ്കടങ്ങൾ എല്ലാം മാറുന്നത് വരെ ഇവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്നു. അതായത് നിന്റെ പാട്ട് കേൾക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നിന്റെ പാട്ട് ഒരിക്കലും അത്രയ്ക്ക് ഏറ്റവും ബ്യൂട്ടിഫുൾ ആണ്. അത് കേട്ട് കഴിഞ്ഞാൽ അതൊരു ഫ്രഷ്നെസ് ആണ്. അതുകൊണ്ട് അത് എനിക്ക് കേൾക്കാൻ ഭയങ്കര താല്പര്യമാണ്. അപ്പോൾ എൻ്റെ സങ്കടങ്ങളെല്ലാം, അല്ലെങ്കിൽ എൻ്റെ ദുഃഖങ്ങളെല്ലാം
മാറും എന്ന് തോന്നുന്നു എന്നുള്ള ആ ഒരു തോട്ടില് എഴുതിയിട്ടുള്ള കവിതയാണ്. മനസ്സിലായോ? അത് ഒരു കുഞ്ഞു കവിത. ആരെങ്കിലും ഒരാൾ ഈ കവിത ഒന്ന് വായിച്ചേ. ആഷ്ന അൺമ്യൂട്ട് ചെയ്ത് വായിച്ചേ, ഈ കവിത ഒന്ന് വായിച്ചേ. Sing, little birdie, sing on topmost branches high, and when thou spread thy airy wing, let not the sweet notes die, but longer, louder be, until the echoes ring, that hide away where none may see, but only hear them sing. Methinks that I could stay forever with thee here, and list thy strain the live long day, forgetting sorrow's tear. അപ്പോ അതാണ് നമ്മുടെ കവിതയുടെ ആശയം. മനസ്സിലായോ? കവിത എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ള കാര്യം മനസ്സിലായോ? മനസ്സിലായോ ഇല്ലേ? അൺമ്യൂട്ട്. അപ്പോ ഇത് എഴുതിയ W സ്വാൻസി എന്ന് പറയുന്ന എഴുത്തുകാരനാണ് എഴുതിയിട്ടുള്ളത്. അപ്പൊ ഇതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. Who is the poet? ആരോടാണ് ഇത് കവി ഇവിടെ സംസാരിക്കുന്നത്? ആരോടാ? The poet is speaking to the little bird. Poet is speaking to the little bird, right? Where does the little birdie usually sit? എവിടെയാണ് നമ്മുടെ ബേർഡ് അല്ലെങ്കിൽ ഈ ഒരു ബേർഡി സ്ഥിരമായി ഇരിക്കുന്നത്? എവിടെയാണ് ഇരിക്കുന്നത്? The little birdie usually sits on the topmost branches of a tree. Okay, topmost branches on the tree, അല്ലെങ്കിൽ high branches of trees, right? ഈ സനൽ എന്ന് പറഞ്ഞു കിടക്കുന്ന മനീഷ് ആണോ? മനീഷ് അല്ലേ? എടാ മനീഷ് അല്ലേ? അവിടെ വീഡിയോ ഒന്ന് ഓണാക്ക്. അപ്പഴേ കണ്ടിട്ടേ പ്രശ്നമില്ലായിരുന്നു. ഓക്കെ, ഞാനിപ്പോ നെയിം ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ സിബിൻ ആൻസർ പറയുക. ഹൗ ഡസ് ദ പോയറ്റ് വാണ്ട് ദ ബേഡി ടു സിംഗ്? എങ്ങനെയാണ് ഈ കുഞ്ഞിക്കുരുവി എങ്ങനെ പാടണമെന്നാണ് നമ്മുടെ കവി ആഗ്രഹിക്കുന്നത്? എങ്ങനെ പാടണം? പറയും. എടാ അത് എങ്ങനെ പാടണമെന്നാ പറഞ്ഞിരിക്കുന്നത്? എങ്ങനെ പാടണമെന്നാണ് കവി ആഗ്രഹിക്കുന്നത്? എങ്ങനെ പാടണമെന്നാ കവി പറയുന്നത്? Longer, louder be. Longer and louder. അതായത് എത്രയും ഉച്ചത്തിൽ എത്രയും സൗണ്ടോട് കൂടെ എത്ര നേരം പാടാൻ പറ്റുമോ അത്രയും നല്ലത്. ഓക്കെ, അടുത്ത. What will happen if the poets listen to the bird songs the whole day? ഈ പോയറ്റ് നമ്മുടെ ഈ കുരുവിയുടെ സോങ് ഈ ഡേ മുഴുവൻ സമയം കേട്ടോണ്ടിരുന്നു കഴിഞ്ഞാല് എന്ത് സംഭവിക്കും? The poet will forget all his sorrows if he listen to the bird's song the whole day. Okay. എടാ മനീഷ്, നീ ഇത് എവിടെന്നാ ഈ ആൻസർ പറയുന്നേ? ചിലതൊക്കെ അമ്മ എനിക്ക് നേരത്തെ പറഞ്ഞു തന്നിരിക്കും. പക്ഷെ സ്വന്തമായിട്ട് ആലോചിച്ച് നോക്കണം. ആ ആൻസർ തൽക്കാലം നോക്കണ്ട. ആൻസർ നോക്കാതെ ഈ ഇതില് നമ്മുടെ ഈ ടെക്സ്റ്റിൽ നോക്കിയിട്ട് വായിച്ചിട്ട് മനസ്സിലായ ആൻസേഴ്സ് പറയും. കാര്യം ആൻസർ കറക്റ്റ് ആണ്, പക്ഷെ നമ്മളത് കുറച്ചുകൂടി ചിന്തിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് കേട്ടോ.
Okay, sir. ഓക്കെ, അപ്പോ അത് ശരിയാണ്. ദ പോയറ്റ് വിൽ ഫോർഗെറ്റ് ഹിസ് സോറോസ്. റൈറ്റ്. അടുത്ത ആൻസർ പറയേണ്ടത് അസിൻ. ഹൗ ലോങ് ഡസ് ദ പോയറ്റ് വാണ്ട് ടു സ്റ്റേ വിത്ത് ദ ബേർഡ്? അപ്പൊ എത്ര സമയം ബേർഡിന്റെ കൂടെ നിൽക്കണമെന്നാണ് നമ്മുടെ കവി ആഗ്രഹിക്കുന്നത്? എത്ര സമയം അസിൻ? എത്ര സമയം? Forever with it. Forever. അത്രയും മതി. Forever. The poet want to stay with the bird forever. The poet want to stay with the bird forever. Right. അടുത്ത അൻസക്കുള്ള ക്വസ്റ്റ്യൻ. ഈസ് ദ പോയറ്റ് ഹാപ്പി ഓർ സാഡ്? ഹൗ ഡു യു നോ? പോയറ്റ് സന്തോഷത്തിലാണോ അതോ സങ്കടത്തിലാണോ? പോയറ്റ് സന്തോഷത്തിലാണോ സങ്കടത്തിലാണോ? സാഡ്. എന്തുകൊണ്ടാ സാഡ് എന്ന് പറയാൻ കാര്യം? വൈ? ഹൗ ഡു യു നോ? എങ്ങനെ അറിയാം പോയറ്റ് സങ്കടത്തിലാണെന്നുള്ള കാര്യം? എങ്ങനെ അറിയാം? വേഗം പറയും. അഫ്സൽ, എങ്ങനെ അറിയാം സാഡ് ആണെന്നുള്ള കാര്യം? ഏതാണ് സർ ക്വസ്റ്റ്യൻ? നീ അപ്പൊ ഇത്ര നേരം ഇവിടെ ഇല്ലായിരുന്നോ? സർ. ഈസ് ദ പോയറ്റ് ഹാപ്പി ഓർ സാഡ്? പോയറ്റ് ഹാപ്പി ആണോ സാഡ് ആണോ? അപ്പൊ അൻസ പറഞ്ഞു സാഡ് ആണെന്ന്. അങ്ങനെ സാഡ് ആണെങ്കിൽ എങ്ങനെ നമുക്കറിയാൻ പറ്റും? അതിന് ലൈക്ക് എന്തുകൊണ്ടാ സാഡ് എന്ന് പറയാൻ കാര്യം? സർ ഹാപ്പി അല്ലേ സർ? ഹാപ്പി ആണോ? അങ്ങനെ ഹാപ്പി ആണെങ്കിൽ എങ്ങനെ ഹാപ്പി എന്ന് പറയാൻ പറ്റും? ഹാപ്പി ആണെങ്കിലും സാഡ് ആണെങ്കിലും അതിന്റെ റീസൺ പറയണം. സർ, പറയാം. കവിയെ കൊണ്ട് അദ്ദേഹത്തിന്റെ സങ്കടങ്ങൾ മാറ്റാൻ കഴിയുന്നില്ല. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നുണ്ട് ഹി ക്യാൻ ഫോർഗെറ്റ് ഹിസ് സോറോ. അല്ല, ഇവിടെ പറയുന്നുണ്ട് പുള്ളിക്കാരന്റെ ആ ഒരു സോറോസ് എല്ലാം മാറ്റാം, അല്ലെങ്കിൽ ആ വിഷമങ്ങളെല്ലാം മാറ്റാം എന്ന് ഇവിടെ പറയുന്നുണ്ട്. That means he was sad. Pick out the rhyming words from the poem. നിങ്ങൾക്ക് റൈമിംഗ് വേർഡ് എന്താണെന്ന് അറിയോ? നിങ്ങളാരും ഇവിടെ ഇല്ലേ? റൈമിംഗ് വേർഡ്സ് എന്തൊക്കെയാ? എന്താ റൈമിംഗ് വേർഡ്? ഓക്കെ, ഇത്ര നേരം കട്ടായി നിൽക്കുകയായിരുന്നോ? ഓക്കെ. ഇപ്പൊ കേൾക്കാൻ പറ്റുന്നുണ്ടോ? എന്താ റൈമിംഗ് വേർഡ് എന്ന് പറഞ്ഞ? എന്താ റൈമിംഗ് വേർഡ് അറിയാമോ? ഓക്കെ, അപ്പോ റൈമിംഗ് വേർഡ്സ് അല്ലെങ്കിൽ റൈമിംഗ് സ്കീംസ് എന്ന് പറയുന്നത് ഇപ്പൊ കവിതയില് ഓരോന്നിന്റെ ലാസ്റ്റ് വാക്കുകൾ നോക്കുക. അത് ഓരോ ലൈനിലും ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പൊ ഫസ്റ്റത്തെ ലൈൻ നോക്കുന്നു. ഫസ്റ്റത്തെ ലൈനിൽ ലാസ്റ്റ് വാക്ക് ഏത് സൗണ്ടിലാ അവസാനിക്കുന്നത് നോക്കാം. സിങ് എന്ന് പറഞ്ഞ് അവസാനിക്കുന്നു.
ഓക്കെ, അടുത്ത രണ്ടാമത്തെ ലൈനിന്റെ അവസാനത്തെ വാക്ക് നോക്കുക, ഹൈ. അപ്പൊ നമുക്ക് എ എന്ന് ഇവിടെ എഴുതാം, അതായത് എ. അടുത്ത് ബി എന്ന് ഹൈക്ക് നേരെ എഴുതാം. അടുത്ത് മൂന്നാമത്തെ വരിയുടെ അവസാനത്ത് വിങ്. അപ്പൊ വിങ് എന്ന് പറഞ്ഞാലും സിങ് എന്ന് പറഞ്ഞാലും ഒരേ പ്രൊനൗൺസിയേഷൻ അല്ലേ വരുന്നത്, സിങ്. അതായത് അവസാനിക്കുന്ന ആ ഒരു സൗണ്ട്, ആ സൗണ്ടിനെ പറയുന്നത് സിങ്, വിങ്, അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറയുന്നത് കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സെയിം സൗണ്ടിലല്ലേ അവസാനം, ഇങ് എന്ന് പറഞ്ഞ ആ ഒരു സൗണ്ടിലല്ലേ അവസാനിക്കുന്നത്, ആണോ? അപ്പൊ നമുക്ക് ഇവിടെ നമ്മൾ എ എന്ന് എഴുതി, ഇവിടെ ബി എന്ന് എഴുതി. അപ്പൊ ഇതേ സൗണ്ടിൽ യോജിക്കുന്നോണ്ട് മൂന്നാമത്തെ വരുമ്പോഴും നമ്മൾ എന്തെഴുതും, എ എന്ന് എഴുതും. ഓക്കെ, അടുത്ത നാലാമത്തെ വരി നോക്കുക. നാലാമത്തെ വരി നോക്കുമ്പോ അതിൽ അവസാനത്തെ വാക്ക് ഏതാ വാക്ക്, ഹൈ. അപ്പൊ ഇതിൽ ഏതുമായിട്ട് യോജിക്കുന്നുണ്ടോ നോക്കുക. ഹൈ, ഹൈ, ഡൈ, ഐ. അപ്പോ ആ ഒരു സൗണ്ട്, ഐ എന്ന് പറയുന്ന ആ ഒരു സൗണ്ടിലാണ് അവസാനിക്കുന്നത്. അപ്പോ അങ്ങനെ ഒരു കവിതയില് അങ്ങനെ ഒരേപോലെ ഒരേ സൗണ്ട്സിൽ അവസാനിക്കുന്ന വാക്കുകൾ ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് റൈമിംഗ് വേർഡ്സ് എന്ന് പറയാൻ പറ്റും. മനസ്സിലായോ? അത് ഒരു വേർഡ്, ഒരു കവിതയില് ഓരോ ലൈനിന്റെ അവസാനത്തെ വാക്ക് എടുക്കുമ്പോ അതില് ഒരേ സൗണ്ടില് വാക്കുകൾ അവസാനിക്കുകയാണെങ്കിൽ നമുക്കതിനെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയാൻ പറ്റും. സിങ്, വിങ്, അതുപോലെ ഹൈ, ഡൈ. അടുത്ത് രണ്ടാമത്തെ സ്റ്റാൻസിലെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയായിരിക്കും ഒന്ന് നോക്കിക്കേ. റിംഗ്, വേറെ സ്റ്റേ, ഡേ, ഹിയർ, ചിയർ. അപ്പോ അതെന്ന് പറയുന്നത് ഇത്. അപ്പൊ ഇതിന്റെ റൈമിംഗ് സ്കീം നമ്മൾ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതും? റൈമിംഗ് സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എ ബി ബി സി സി ഡി ഡി അങ്ങനെ ആ രീതിയിൽ എഴുതുന്നത്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇത് ഈ കവിതയുടെ റൈമിംഗ് സ്കീംസ് നമ്മൾ എങ്ങനെ എഴുതാൻ പറ്റും? എങ്ങനെ എഴുതും? ഫസ്റ്റത്തെ 4 വരിയുടെ റൈമിംഗ് സ്കീം എന്താ? അതായത് നമ്മൾ ഫസ്റ്റ് റൈമിംഗ് സ്കീം എന്ന് പറയുമ്പോ ഫസ്റ്റത്തെ ഇതെടുത്തു, നമ്മൾ ഫസ്റ്റത്തെ ഇത് ലൈൻ എടുത്തു, അതിലെടുത്തിട്ട് അതിന് നമ്മൾ എ എന്ന് കൊടുക്കുന്നു വെക്കുക, എ. അടുത്ത് രണ്ടാമത്തത് നോക്കുന്നു, അപ്പൊ സിങ്. ഫസ്റ്റത്തെ സിങ് എ, അടുത്ത് ഹൈ. ഇത് രണ്ടും തമ്മിൽ ഒരു ബന്ധവും ഇല്ല. അതിലും സിങ് എന്നോ അല്ലെങ്കിൽ വിങ് എന്നോ അല്ലെങ്കിൽ കിങ് എന്നോ അതുപോലെ എന്തെങ്കിലും വന്നിട്ട് സിങ് അല്ലെങ്കിൽ സിങ് വിങ് എന്നാണ് രണ്ടാമത്തെ വരിയിൽ വന്നത്. ഹൈക്ക് പകരം വിങ് ആണ് വന്നിരുന്നെങ്കിൽ എന്ത് പറയുമായിരുന്നു? എ എഴുതും, ഇവിടുത്തെ രണ്ടാമതും എ എഴുതും. ഇവിടെ പക്ഷെ നമ്മൾ വേറൊരു സൗണ്ട് ആണ് അവസാനിക്കുന്നത്, അതുകൊണ്ട് ബി എന്ന് എഴുതിയോ? അടുത്ത് ഇവിടെ മൂന്നാമത്തെ വരി നോക്കുന്നു, അപ്പൊ ഹൈ ആയിട്ട് യോജിക്കുന്നുണ്ടോ? ഹൈ, വിങ് ഒരേ സൗണ്ട് ആണോ അവസാനിക്കുന്നത്? പിന്നെ ഏതുമായിട്ടാ യോജിക്കുന്നേ? അപ്പൊ മുകളിൽ നമ്മള് അവിടെ നമ്മൾ എ എന്ന് ഇട്ടിട്ടുണ്ട്, അപ്പൊ നമുക്ക് ഇവിടെ എന്തെന്നിടാൻ പറ്റും? നാലാമത്തെ വാക്കിനോ ബി എങ്ങനെ വന്നു? ഹൈ, ഡൈ. അപ്പൊ ഒരേ സൗണ്ട്. അപ്പോ എ ബി എന്നുള്ളതാണ് ഇതിന്റെ ആ ഒരു റൈം സ്കീം. കാര്യം അടുത്തൊരു 4 വരി എടുത്തേ, അത് നമ്മൾ ഓരോ സ്റ്റാൻസിയും എടുക്കുക. അടുത്ത 4 വരി എടുക്കുക. ഈ നാലാമത്തെ വരിയിൽ ഫസ്റ്റത്തെ ഏത് കൊടുക്കാൻ പറ്റും? ഇവിടെ നമുക്ക് ബി. അതിന് നമുക്ക് എന്തെന്ന് കൊടുക്കാം? ബിയോ? എ. അപ്പൊ രണ്ടാമത്തെ ഏത് കൊടുക്കാം? ഏതാ? ബി. അടുത്ത് മൂന്നാമത്തെ ഏത് കൊടുക്കാം? എങ്ങനെ കൊടുക്കാൻ പറ്റുന്നു? ബി, സി. ഓക്കെ, എ. നാലാമത്തെ എന്ത് കൊടുക്കാം?
അപ്പൊ അതുപോലെ അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ സ്റ്റാൻസയ്ക്ക് പറഞ്ഞേ. മൂന്നാമത്തെ സ്റ്റാൻസയ്ക്ക് ഇവിടെ ഏത് കൊടുക്കാം? ഓക്കെ ഓക്കെ, ഇവിടെ നമ്മൾ എ കൊടുത്തു. അടുത്ത് രണ്ടാമത്തേനോ? ബി കൊടുത്തു. ആ ബി കൊടുത്തു. അടുത്ത മൂന്നാമത്തേനോ? എങ്ങനെ കൊടുക്കാം? സ്റ്റേ ഡേ. ഓക്കെ, അടുത്ത താഴത്തേന് ബി കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ബി. ഇപ്പൊ മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഒരു 4 വരി തന്നു കഴിഞ്ഞാൽ അതിന്റെ റൈം സ്കീം, റൈം വേർഡ്സ് എഴുതാൻ പറ്റുമോ? അത്രേ ഉള്ളൂ റൈമിംഗ് വേർഡ്. അപ്പൊ ഇവിടത്തെ റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാ വരിക? റൈമിംഗ് വേർഡ്സ് ഏതൊക്കെയാ? ഒന്ന് ആദ്യം തൊട്ട് പറഞ്ഞു. ആദ്യം തൊട്ട് ഏതൊക്കെ റൈമിംഗ് വേർഡ്സ് വരും? പറയും. അതാണ് നമ്മുടെ റൈമിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് റൈമിംഗ് വേർഡ്സും റൈമിംഗ് സ്കീമും കണ്ടുപിടിക്കുന്നത്. ലാസ്റ്റത്തെ ലൈൻ നോക്കുക. അപ്പോൾ നമ്മുടെ ആ ഒരു ചാപ്റ്റർ കഴിഞ്ഞു. കൃഷ്ണജിത്ത് അൺമ്യൂട്ട് ചെയ്തേ. നീ ലേറ്റ് ആയിട്ടാ കയറിയതല്ലേ? അപ്പൊ ഇതിന്റെ ഈ വീഡിയോ ഒന്ന് കാണണേ. കണ്ടതിന് ശേഷം ഡൗട്ട് ഉണ്ടെങ്കിൽ എന്റെ അടുത്ത് ചോദിക്കുക. ഇപ്പൊ റൈമിംഗ് സ്കീം പഠിപ്പിച്ച് മനസ്സിലായോ? മനസ്സിലായോ? ഓക്കെ. സിബിന് മനസ്സിലായോ? ഓക്കെ. അടുത്ത അപ്പൊ നമുക്ക് ആക്ടിവിറ്റീസിലോട്ട് പോവാം. അപ്പൊ ഈ ആക്ടിവിറ്റീസ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യും. അടുത്ത യൂണിറ്റിലോട്ട് പോകാൻ പറ്റും. അപ്പൊ ആക്ടിവിറ്റീസ് ചെയ്യാം. ആക്ടിവിറ്റി 1. You have read the story The Happy Prince. ഈ ഹാപ്പി പ്രിൻസ് നിങ്ങളുടെ 5 പ്രാവശ്യം വായിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എത്ര പേര് വായിച്ചു? അൻസ വീഡിയോ കണ്ടില്ലേ? കാണാൻ പോകുന്നുള്ളൂ സാർ. ആഹാ, വീഡിയോ ഞാൻ അന്നേ അയച്ചായിരുന്നല്ലോ. ഓക്കെ, അപ്പൊ 5 പ്രാവശ്യം വായിക്കണം കേട്ടോ. You have read the story The Happy Prince. Can you think of the titles of the story? Other titles of the story. ഒരെണ്ണം ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോ നമുക്കറിയാം അവിടെ ഹാപ്പി പ്രിൻസ് എന്ന് പറഞ്ഞാണ് നമ്മുടെ ആ ഒരു അതിന്റെ ടൈറ്റിൽ നമ്മൾ കണ്ടത്. അതുപോലെ വേറെ ഏതെങ്കിലും പേര് നമുക്ക് ആ ടൈറ്റിലിന് കൊടുക്കാൻ പറ്റുമോ? ഒരു ടൈറ്റിൽ പറഞ്ഞ ആഷ്ന, വേറെ ഏതെങ്കിലും ഒരു ഹെഡിങ് നമ്മൾ കൊടുത്തെന്ന് വയ്ക്കുക, ഒരു ടൈറ്റിൽ കൊടുത്തെന്ന് വയ്ക്കുക, എന്ത് കൊടുക്കാൻ പറ്റും? The statue. സ്റ്റാച്യു. എന്തോ ക്രൈം സ്റ്റാച്യു എന്നും ഉണ്ട്. വേറൊരു പേര് പറയും. എന്താടാ? The fall of a statue. The fall of a statue. Okay, right. അത് കൊടുക്കാം. The fall of a statue. Okay, fine. The Happy Prince and the Swallow. Happy Prince and the Swallow. Okay, swallow. Happy Prince and the Swallow. Okay, fine. വേറെ വേറെ ആർക്കെങ്കിലും? മനീഷ്
അറിയില്ല. കൃഷ്ണജിത്ത് അഫ്സൽ പറയും. The beautiful statue. The beautiful statue, right? കൃഷ്ണജിത്ത് ഒരു പേര് പറഞ്ഞേ. Sir, ഇതൊക്കെ നോട്ടായിട്ട് ഇട്ട് തരുമോ? ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യണം. നിങ്ങൾ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരണം. അതിൽ പ്രയാസമുള്ളത് ഞാൻ തരാം, അല്ലാത്തത് നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്യണം ആക്ടിവിറ്റീസ്. അല്ലെങ്കിൽ ആക്ടിവിറ്റീസ് നിങ്ങൾ ചെയ്തില്ല എങ്കിൽ നിങ്ങൾക്കൊന്നും പഠിക്കാൻ പറ്റത്തില്ല. മറ്റേ നോട്ട് അല്ലാതെ തരാം. എന്താ കൈൻഡോ? സ്പെല്ലിംഗ് പറഞ്ഞ മനസ്സിലായില്ല, വ്യക്തമായിട്ട് കേട്ടില്ല. Kind sparrow. Okay, kindly. Okay, kind sparrow. The statue and the swallow. അതുപോലെ swallow's health, അല്ലെങ്കിൽ kind hearted prince, അങ്ങനെയൊക്കെ പറയും. നമുക്ക് ഹെഡിങ് അതൊക്കെ ഇഷ്ടമുള്ള ഹെഡിങ് കൊടുക്കുക, കുഴപ്പമില്ല. Activity 2. Read the following expressions taken from the story The Happy Prince. Leaden heart, golden cheeks. The word leaden and golden are describing words. അപ്പോൾ നമുക്കിവിടെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്തെന്നുള്ള കാര്യമാണ് നോക്കേണ്ടത്. ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാക്ക്, ഇപ്പോൾ ഹാർട്ട് എന്നുള്ളതിന് നമുക്ക് അതിനെ ഡിസ്ക്രൈബ് ചെയ്തിട്ട് ലിഡൻ ഹാർട്ട്, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഹാർട്ട്, അല്ലെങ്കിൽ അത് കൈൻഡ് ഹാർട്ട്. അപ്പോൾ അടുത്ത് ഇപ്പൊ ഗോൾഡൻ ചീക്സ്. അപ്പോൾ അതിൽ ഈ ചീക്സ് എന്ന് പറയുന്ന ആ ഒരു വേർഡിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേറൊരു വേർഡ്, അതിനെയാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഹാർട്ടിന് നമ്മൾ ലെഡൻ, അല്ലെങ്കിൽ ബ്യൂട്ടിഫുൾ ഹാർട്ട്, അല്ലെങ്കിൽ എന്താ പറയാൻ, വേറെ ഹാർട്ടിന് വേറെ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് കൊടുത്തേ. എന്ത് ഹാർട്ട് എന്നൊക്കെ പറയാൻ പറ്റും? Small heart. പറയും. സ്മൂത്ത് ഹാർട്ട്. നമുക്ക് കുറച്ചുകൂടെ അർത്ഥം വരുന്ന രീതിയിൽ നോക്കാം. Kindly heart. എന്താ? Kindly heart. കൈൻഡ്ലി ഹാർട്ട്. വേറെ? Sir, പറയും. beautiful heart. ബ്യൂട്ടിഫുൾ ഹാർട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. വേറെ പറയും. ഓക്കെ, അപ്പൊ അതാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ്. അങ്ങനെ നമ്മൾ ഒരു ഹാർട്ട്, ആ ഒരു വേർഡിനെ നമ്മൾ വേറൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനാണ് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് എന്ന് പറയുന്നത്. അത് മനസ്സിലായല്ലോ? അപ്പോ ഓക്കെ, അപ്പോ ഇവിടെ മാച്ച് ദ ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ഗിവൺ ഇൻ ദ കോളം എ വിത്ത് വൺസ് ഗിവൺ ഇൻ ദ കോളം ബി. ഇവിടെ കുറെ വേർഡ്സ് കൊടുത്തിട്ടുണ്ട്, എയും ബിയും. അപ്പോ ഈ ബി എന്ന് പറയുന്ന ഫസ്റ്റത്തെ ഇതെന്ന് പറയുന്നത്, കോളം എന്ന് പറയുന്നത് ഡിസ്ക്രൈബിംഗ് വേർഡ്സ് ആണ്. ഇനി സെക്കൻഡ് കോളം എന്ന് പറയുന്നത് ഓരോ വേർഡ്സ് അല്ലെങ്കിൽ ഓരോ ഒബ്ജക്റ്റ്. ആ ഒബ്ജക്റ്റിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന വേർഡ്സ് എയിൽ നിന്ന് കണ്ടെത്തി രണ്ടും കൂടെ ഒരുമിച്ച് എഴുതണം. അതാണ് നിങ്ങൾക്കുള്ള ജോലി. അതായത് രണ്ടിലും ഈ ബി എന്ന് പറയുന്ന കോളത്തിലുള്ള ഒബ്ജക്ട്സിനെ ഡിസ്ക്രൈബ് ചെയ്തും കൊണ്ട് ഫസ്റ്റത്തെ കോളത്തിലൊന്ന് വാക്കുകൾ എടുത്ത് എഴുതണം. അതാണ് ജോലി. അപ്പൊ ഫസ്റ്റ് വൺ, നോസ്. നോസിന് ഇതിൽ ഏത് നോസ് എന്ന് നമുക്ക് എഴുതാൻ പറ്റും? പോയിന്റ് വരോ? നോസ് ഏതായിരിക്കും? പോയിന്റ്. പോയിന്റ് നോസ്. പോയിന്റ് നോസ് വരുമെന്ന് പറയുന്ന എത്ര പേരുണ്ട്? റൈസ് ആൻഡ് ഓപ്ഷൻ കൊടുത്താൽ മതി.
മനീഷ്, വേറെ ആരുമില്ല. ആക്ച്വലി പോയിന്റ് നോസ് കറക്റ്റ് ആണ്. പോയിന്റ് നോസ് തന്നെയാണ് വരുന്നത്. ഓക്കെ, അല്ലെങ്കിൽ പോയിന്റ് നോസ്. ഇപ്പൊ റോസി ഫസ്റ്റ് എയിൽ നമുക്ക് ഫില്ല് ചെയ്ത് പോവാം. റോസി ഡാഷ് ഏത് വരുമായിരിക്കും? ഇപ്പൊ റോസി ബിയില് ഏത് വാക്കയില് കറക്റ്റ് ആയിട്ട് വരുമായിരിക്കും? Lips. Lips. റോസി ലിപ്സ്. റൈറ്റ്. ഷബി, ഷബി രണ്ടാമത്തത്. Cheeks. ഷബി ചീക്സ്. Cheek. അടുത്ത് ടൈഡി, ടൈഡി Hands. Teeth. ഏതാ? Tidy teeth. Hands. ടീത്തോ? ടീത്ത് പറയുന്ന എത്ര പേരുണ്ട്? Yes, sir. ടീത്ത് പറയുന്ന എത്ര പേരുണ്ട്? റൈസ് ഹാൻഡ് കൊടുക്ക്. ആഷ്ന, മനീഷ് ഉണ്ടോ? No, sir. ആ, ഇല്ല. അപ്പൊ അത് കൈ താഴ്ത്തി കിട്ടോ, അതായത് അതില് ഇത് ലോവർ ദ ഹാൻഡ്. ഓക്കെ, കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അതില് അസിൻ, ആഷ്ന, അതില് ഇത് ഒരു ഓപ്ഷൻ ഉണ്ടല്ലോ, റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ. അത് കൊടുത്താൽ മതി. അത് കൊടുക്കുമ്പോൾ എനിക്ക് അവിടെ കൃത്യമായിട്ട് കാണാൻ പറ്റും ആരൊക്കെ കൈ വെക്കുന്നു എന്നുള്ളൊരു കാര്യം. ഓക്കെ, കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ്? കമ്പ്യൂട്ടറിലും അവിടെ ഒരു ഓപ്ഷൻ ഇല്ലേ? More. ഓപ്ഷൻ എന്ന് പറയുന്ന ഓപ്ഷനില് റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഇല്ലേ? റിയാക്ഷൻസ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിടപ്പില്ലേ അവിടെ? അതിൽ നോക്കി, അതിൽ തൊടുമ്പോൾ റൈസ് ഹാൻഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കണ്ടോ? അപ്പോ അസിൻ, അൻസ ആൻഡ് ആഷ്നയാണ് പറയുന്നത് ടീത്ത് എന്ന്. ഓക്കെ, വേറെ ഏത് ഓപ്ഷനാ പറഞ്ഞ? മനീഷ് ഏതാ പറഞ്ഞേ? Hand. ഹാൻഡ്. അപ്പൊ ഇനി ഹാൻഡ് എന്ന് പറഞ്ഞാൽ, അപ്പൊ ഇത് താഴ്ത്തി കിട്ടോ, കൈ താഴ്ത്തി കിട്ടോ. ഇനി ഇത് ഹാൻഡ് എന്ന് പറയുന്ന ആരൊക്കെയുണ്ട്? മനീഷ്, വേറെ ആഷ്ന കൈ താഴ്ത്തി കിട്ടോ. ഇത് ലോവർ ഹാൻഡ്. ഓക്കെ, കൊടുത്തു. മനീഷും അഫ്സലും പറയണ ഹാൻഡ് എന്ന്. അപ്പൊ സിവിനോ? ആ, നീ എന്താ പറയുന്നത്? എന്ത് ഓപ്ഷനാ പറയുന്നേ? ലിപ്സ്. ലിപ്സ് ഓൾറെഡി പറഞ്ഞല്ലോടാ. ഓക്കെ, കുഴപ്പമില്ല. അപ്പോ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഹാൻഡ്സ് ആണ് കേട്ടോ. ടൈഡി, വൃത്തിയുള്ള കൈകൾ എന്നുള്ള ആ ഒരു ഇത്. ഓക്കെ, കൈ താഴ്ത്തിക്കും, ലോവർ ദ ഹാൻഡ്. അടുത്ത് സ്ലീപ്പി. മനീഷ് ഇത് കൈ താഴ്ത്തിട്ടോ കേട്ടോ. അപ്പൊ അല്ലെങ്കിൽ ഇത് താഴ്ത്തിയിട്ടുണ്ട് തൽക്കാലം. ഓക്കെ, സ്ലീപ്പി. Sleepy eyes. ഷൈനിങ്. ഷൈനിങ് ടീത്ത്. റൈറ്റ്. കർലി. Belly. ഓക്കെ, അത് എത്ര പേര് ബെല്ലി പറയുന്നു? കൈ പൊകികെ. അസിൻ, അൻസയുണ്ടോ? രണ്ടുപേരും. ഓക്കെ, അൻസ, അസിൻ. വേറെ? സിബിൻ. ഏതാണ് ചോദിച്ചത്? ഇടയ്ക്ക് കർലി. കട്ടായി. CURLY ലാസ്റ്റ് മൂന്നാമത്തത്. കർലി. കൃഷ്ണജിത്ത്. ഓക്കെ, ഇത്ര തന്നെ. അപ്പോ ഇനി അടുത്ത് വേറെ ഓപ്ഷൻ പറഞ്ഞത് ഏതാ? ആഷ്ന പറഞ്ഞത് ഏതാ? കൈ താഴ്ത്തിക്കോ. ആഷ്ന പറഞ്ഞ ഹെയർ. ഹെയർ എന്ന് പറയുന്നവർ എത്ര പേരുണ്ട്?
ആഷ്ന, മനീഷ് അത്ര തന്നെയാണോ? അഫ്സൽ. ഓക്കെ. അപ്പൊ ആക്ച്വലി ഹെയർ തന്നെയാണ്. കർലി അത് ചുരുണ്ട മുടി എന്നാണ് അർത്ഥം. ചുരുണ്ട മുടി, കർലി കേട്ടോ. കർലി എന്നൊക്കെ മീൻ ചുരുണ്ട. പോയിന്റ് അത് നേരത്തെ നമ്മൾ പറഞ്ഞു. ഏതാ? നോസ്. Nose. അടുത്ത് ക്ലംസി. ഇനി അവസാനം ഒരെണ്ണേ ബാക്കിയുള്ളൂ. ക്ലംസി ബില്ലി, അതായത് കുടവയർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ അത് നിങ്ങൾ കറക്റ്റ് ആക്കി എഴുതിയിട്ട് എനിക്ക് PDF ആക്കി അയച്ചു തരണേ. നിങ്ങൾ നോട്ട് അയക്കുന്ന സമയത്ത് ഫോട്ടോ ആയിട്ട് എടുത്തേക്കരുത്. ഫോട്ടോ എടുത്ത് PDF ആക്കിയിട്ട് അയച്ചു തരിക. Okay, sir. Activity 3. Read the following sentence. Then he flew gently round the bird, fanning the boy's forehead with his wings. അപ്പോൾ നമ്മുടെ ഹാപ്പി പ്രിൻസിൽ ഉള്ളതാണ്. Here the word fanning comes from the root word fan. Fan is the name of an object. Many action words are thus formed from the names of objects. Okay. അപ്പോൾ ഇവിടെ നമുക്ക് ഇത് അറിയാം. ഇത് ഈ നമ്മുടെ സ്വാലോ അവിടെ പനിയുള്ള പയ്യന്റെ അവിടെ പോയതിനു ശേഷം ആ വജ്രക്കല്ല് അവിടെ കൊടുത്തതിന് ശേഷം, അപ്പൊ റൂബി അവിടെ കൊണ്ട് കൊടുത്തതിന് ശേഷം അവിടെ അതിന് ചുറ്റും കിടന്ന് ചിറകടിച്ച് ഇങ്ങനെ പറന്നായിരുന്നു. ഫാൻ ഇൻ ദ ബോയ്, അതായത് കാറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ ഫാനിങ് എന്ന് പറയുന്ന വേർഡ് എവിടെ നിന്നാ വന്നിട്ടുള്ള? റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഫാൻ. ഫാനിങ്. അപ്പൊ കാറ്റ് കിട്ടുക. ഫാൻ എന്ന് പറയുന്നത് കാറ്റ് കിട്ടുന്ന സാധനം. അതിൽ നിന്ന് ഫാനിങ് എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായി. അപ്പോൾ ഫാൻ എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റിന്റെ പേരാണ്, ഒരു സാധനത്തിന്റെ പേരാണ്. മെനി ആക്ഷൻ വേർഡ്സ് ദസ് ഫോം ഫ്രം ദ നെയിം ഓഫ് എൻ ഒബ്ജക്ട്. ഒരു ഒബ്ജക്റ്റിൽ നിന്ന് അങ്ങനെ ഫോം ചെയ്തിട്ടുള്ള കുറെ വാക്കുകൾ ഉണ്ട്. എന്തൊക്കെയായിരിക്കും? അല്ല എങ്കിൽ ആ വാക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കേണ്ടത്. ലുക്ക് അറ്റ് ദ ആക്ഷൻ വേർഡ്സ് given below and identify the name of the object in them. Add more words to the list referring to a dictionary. Okay. അപ്പോൾ ഇവിടെ കുറച്ച് വാക്കുകൾ കൊടുത്തിട്ടുണ്ട്. മിൽക്കിംഗ്, ക്രാഡ്ലിംഗ്, വിസ്ലിംഗ്, കവറിംഗ്, റണ്ണിംഗ്, ബ്ലോക്കിംഗ്. അപ്പോ ഇതിന്റെ റൂട്ട് വേർഡ് നമ്മൾ നേരത്തെ ഫാനിങ് എന്ന വേർഡിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് ഫാൻ. കാര്യം അതൊരു ഒബ്ജക്റ്റ് ആണ്. അപ്പൊ അതുപോലെ ഈ വാക്കുകളിൽ നിന്ന് നമുക്ക് കുറച്ച് എന്താ പറയുന്ന റൂട്ട് വേർഡ്സ് കണ്ടുപിടിക്കാം. ഏതൊക്കെയായിരിക്കും ഇതിനൊന്ന് കണ്ടുപിടിക്കാൻ പറ്റുന്ന റൂട്ട് വേർഡ്സ്? Milking, milk. ഓക്കെ, മിൽക്കിംഗ്, മിൽക്ക്, റൈറ്റ്. അടുത്തത് Cradling, cradle. ക്രാഡോ, ക്രാഡിൽ എന്നാൽ ക്രാഡ്ലിംഗ് എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് എന്താ? Sir? ക്രാഡ്ലിംഗ്, അതായത് ഈ വാക്കിന്റെ മീനിങ് എന്താ? Running, run. അത് ഓക്കെ, നമുക്ക് ക്രാഡ്ലിംഗിന്റെ മീനിങ് പറയും. Cradle. ഓക്കെ, ക്രാഡ്ലിംഗിന്റെ മീനിങ് എന്താ? അർത്ഥം എന്താ? അറിയില്ല സർ. ക്രാഡ്ലിംഗ് എന്ന് വെച്ചാൽ എന്നാണ് അർത്ഥം. അപ്പോ തൊട്ടിലാട്ടുക എന്ന് പറയുമ്പോൾ അടുത്ത് നമുക്ക് അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുമ്പോൾ തൊട്ടിൽ എന്നായിരിക്കും. ആട്ടുക എന്നുള്ളതല്ല, തൊട്ടിൽ എന്നത്. അപ്പൊ തൊട്ടിലിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്താ? അറിയാമോ? അറിയത്തില്ല. തൊട്ടിലിന്റെ ഇംഗ്ലീഷ് വേർഡ് എന്ന് പറയുന്നത് ക്രാഡിൽ എന്നാണ് കേട്ടോ. CRADLE, ക്രാഡിൽ. അപ്പോ ഇവിടത്തെ റൂട്ട് വേർഡ് ഏതാ എഴുതേണ്ടേ? ഏതാ? ക്രാഡിൽ. ഓക്കെ. അടുത്ത് വിസ്ലിംഗ്. Whistle, right. Covering. Cradle. Cover. Sir, cover. Cover. Running. Run. Run. Run.
സിബിൻ പറഞ്ഞ ലോക്കിംഗ്. ലോക്ക്. ലോക്ക്. അപ്പോ ഇതേപോലുള്ള കുറെ വാക്കുകൾ നിങ്ങൾ ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കണം. 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11. 10 വാക്കുകൾ എക്സ്ട്രാ നിങ്ങൾ കണ്ടുപിടിക്കണം. കണ്ടുപിടിക്കാമല്ലോ. ഇത് ഹോംവർക്ക് ആണേ. ഹോംവർക്ക് ചെയ്ത് നാളെക്കകത്ത് വെച്ച് എനിക്ക് അയച്ചു തരണം. ചെയ്തിട്ട് നാളെക്കകത്ത് വെച്ച് എനിക്ക് സർ ആദ്യം ടെസ്റ്റ് എഴുതിയിട്ട് ഫോട്ടോ എടുത്ത് അയക്കണം, അല്ല നോട്ടിലും കൂടെ എഴുതിയിട്ട് അയക്കണോ? ടെക്സ്റ്റിൽ എഴുതിയിട്ട് അയച്ചാലും മതി, നോട്ടിൽ എഴുതിയിട്ട് അയച്ചാലും മതി, എങ്ങനെയായാലും കുഴപ്പമില്ല. ഓക്കെ സർ. അപ്പോ അൻസ ഹസൻ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഈ വാക്കുകൾ കംപ്ലീറ്റ് ചെയ്യുക. വിസിലിംഗ് വിസിൽ, കവറിംഗ് കവർ, റണ്ണിങ് റൺ, ലോക്കിംഗ് ലോക്ക്. ഇതുപോലെ കുറെ വാക്കുകൾ ഡിക്ഷണറിയിൽ നിന്ന് കണ്ടുപിടിച്ച് എഴുതി അയച്ചു തരണം. നാളെ രാത്രിക്കകത്ത് വെച്ച് നിങ്ങൾ ലേബറിന്റെയോ അല്ലെങ്കിൽ വേറെ നോക്കണ്ട, അല്ല ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കുക കേട്ടോ. ഡിക്ഷണറി നോക്കി കണ്ടുപിടിക്കുക. ചിലപ്പോഴേ അയക്കാൻ പറ്റുള്ളൂ. അതെന്ത് പൂസരി പരീക്ഷ ഉണ്ട്, അതിന് പഠിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ മറ്റൊന്ന് അയച്ചാൽ മതി. എന്നാ എക്സാം? നാളെ അല്ലേ? എന്താ സാർ? എന്നാ എക്സാം? എന്നാ എക്സാം? 20 ആണോ? ഓക്കെ, അപ്പൊ അതിനിടയ്ക്ക് സമയം കണ്ടെത്തി ചെയ്യാൻ നോക്ക് കേട്ടോ. ഓക്കെ സാർ. Let's play a game. Form 2 group. അതിവിടെ നടക്കത്തില്ല, കാര്യം നമ്മൾ ഓൺലൈൻ ആയതുകൊണ്ട് 2 ഗ്രൂപ്പ് ഒന്നും ഉണ്ടാക്കാൻ പറ്റത്തില്ല. One group may say a sentence. ഒരു ഗ്രൂപ്പ് ഒരു സെന്റൻസ് പറയുന്നു എന്ന് വെക്കുക. Other group can come up with a sentence which is opposite in the meaning. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ കൃഷ്ണജിത്ത് ഇപ്പൊ പറയുകയാണെന്ന് വെക്കുക, മൈ ഹൗസ് ഈസ് ബിഗ് എന്ന് കൃഷ്ണജിത്ത് പറഞ്ഞു എന്ന് വെക്കുക. അപ്പൊ അതിന്റെ ഓപ്പോസിറ്റ് എന്ത് പറയാൻ പറ്റും? അപ്പൊ അടുത്ത് വേണമെങ്കിൽ അഫ്സലിന് പറയാം മൈ ഹൗസ് ഈസ് സ്മോൾ. അല്ലെങ്കിൽ ഞാൻ പറയാം, ഇപ്പൊ ഒരാള് ബിഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ആള് സ്മോൾ എന്ന് പറയണം. അപ്പോ ഇവിടെ കുറെ വാക്കുകൾ തന്നിട്ടുണ്ട്. ഓൾഡ് വെച്ചൊരു വാക്ക് പറയണം, അതിന്റെ ഓപ്പോസിറ്റ് വേർഡ് ഏതാണോ അത് വെച്ച് ഒരു സെന്റൻസ് പറയണം. കോൾഡ് വെച്ച് ഒരു വാക്ക് ഒരു സെന്റൻസ് പറയണം, അതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള സെന്റൻസ് അടുത്ത ആൾ പറയണം. അതാണ് നമ്മുടെ വർക്ക്. ഓക്കെ, അപ്പൊ ഓൾഡ് വെച്ചൊരു സെന്റൻസ് പറഞ്ഞേ. സർ, മൈ ഹൗസ് ഈസ് ഓൾഡ്. മൈ ഹൗസ് ഈസ് ഓൾഡ്. അപ്പോ അടുത്ത ആള് ഇതിന്റെ ഓപ്പോസിറ്റ് ഒരു സെന്റൻസ് പറഞ്ഞേ. My house is new. മൈ ഹൗസ് ഈസ് ന്യൂ. അടുത്ത് കോൾഡ് വെച്ച് അൻസ ഒരു സെന്റൻസ് പറഞ്ഞേ. My house is cold. മൈ ഹൗസ് ഈസ് കോൾഡ്. ഓക്കെ. അടുത്ത ഹോട്ട് വെച്ചൊരു സെന്റൻസ്, സോറി, കോൾഡിന്റെ ഓപ്പോസിറ്റ് എന്താ? സിബിൻ. Hot. Sir, this climate is very heat. This climate is very hot. ഹീറ്റ് എന്നല്ല, ഹോട്ട് എന്നേ പറയും. കോൾഡ് ഹോട്ട് അല്ലെങ്കിൽ കോൾഡ് ആണെങ്കിൽ അടുത്ത് ഹോട്ട് എന്നേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. ഐ ലൈക്ക് കോൾഡ് കോഫി, ഐ ലൈക്ക് ഹോട്ട് കോഫി, അങ്ങനെയൊക്കെ പറയാം. അടുത്ത് ഫാർ വെച്ചൊരു സെന്റൻസ് പറ. Sir, our school is very far. Our school is very far. Our school is very far. അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന്റെ ഫാറിന്റെ ഓപ്പോസിറ്റ് എന്താ? കൃഷ്ണത്ത് പറഞ്ഞേ, അൺമ്യൂട്ട്. നിയർ. അപ്പൊ അങ്ങനെ ഒരു സെന്റൻസ് പറഞ്ഞേ. My school is near. Our school is near. My school is near. Right. Okay. That near to my house. Right. അടുത്ത റിച്ചിന്റെ ഓപ്പോസിറ്റ് എന്താ? Poor. റിച്ച് poor. ഹൈയുടെ ഓപ്പോസിറ്റോ? High. Low. ലോ. ജെന്റിലിന്റെ ഓപ്പോസിറ്റോ? ജെന്റിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ മാന്യമായി പെരുമാറുക. അപ്പൊ ഇത് ക്രൂരമായി പെരുമാറുന്നതിന് എന്ത് പറയും?
എന്ന് പറയും. റൂഡ്, RUDE, റൂഡ്. ജെന്റിലിന്റെ ഇത് ഓപ്പോസിറ്റ് വേർഡ് റൂഡ്. നിങ്ങൾ എഴുതി വെക്കുക. ഇത് വെച്ചിട്ട് നിങ്ങൾ സെന്റൻസ് ഫോം ചെയ്ത് എനിക്ക് അയച്ചു തരേണ്ടതാണ്. സെന്റൻസ് ഫോം ചെയ്തതിന് ശേഷം എനിക്ക് അയച്ചു തരേണ്ടതാണ്. സാഡിന്റെ ഓപ്പോസിറ്റ് എന്താ? happy, വീക്കിന്റെ ഓപ്പോസിറ്റോ? വീക്കിന്റെ ഓപ്പോസിറ്റോ? WEAK, വീക്ക്. strong, സ്ട്രോങ്. അപ്പോ ഈ വാക്കുകളിൽ ഇതിന്റെ ഓപ്പോസിറ്റും വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോ സെന്റൻസ് എഴുതുക, എനിക്ക് അയച്ചു തരിക. കേട്ടോ? സെന്റൻസ് എഴുതിയിട്ട് അയച്ചു തരിക. ഇഷ്ടമുള്ള സെന്റൻസ് എഴുതാം, അതിന്റെ ഓപ്പോസിറ്റ് സെന്റൻസ് അടുത്തെഴുതുക. അത് മനസ്സിലായല്ലോ? സർ ഈ വാക്കുകളിൽ തന്നെയല്ല? ഈ വാക്കുകൾ തന്നെ, ഈ വാക്കുകൾ, ഈ ബ്രാക്കറ്റ് കൊടുത്തിരിക്കുന്ന ഈ വാക്കുകൾ. കേട്ടോ? അടുത്ത് ആക്ടിവിറ്റി 5. Look at the following sentence. The swallow was too tired, so he was unable to fly. We can express the same idea in the following way. The swallow was too tired to fly. Now combine the following pairs of sentences in the same manner. അപ്പോൾ ഇവിടെ കണ്ടോ, ഇതിപ്പോ രണ്ട് സെന്റൻസ് ആണ്. The swallow was too tired, so he was unable to fly. അപ്പോ ഇതിനെ, ഈ രണ്ട് സെന്റൻസിനെ ഒരുമിച്ചാക്കിയിരിക്കുന്നതാണ്. ഒരേ മീനിങ് കിട്ടും. The swallow was too tired to fly. പറക്കാനായിട്ട്. ഇപ്പൊ ആദ്യത്തെ മീനിങ് നമ്മുടെ കുരുവിക്കാണെങ്കിൽ നല്ല ടയേർഡായി, കുരുവിക്ക്, അതുകൊണ്ട് കുരുവിക്ക് പറക്കാൻ പറ്റത്തില്ല. പക്ഷെ അപ്പൊ രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴോ, the swallow was too tired to fly. അവന് പറക്കാൻ കഴിയത്തില്ല, കാരണം ഇത് അവൻ തളർന്നത് കൊണ്ട് അവന് പറക്കാൻ കഴിയത്തില്ല. കണ്ടോ, ഈ രണ്ട് സെന്റൻസും കൂടെ ജോയിൻ ചെയ്തു. അതുപോലെ നമുക്ക് താഴെ കൊടുത്തിരിക്കുന്ന സെന്റൻസുകളും ജോയിൻ ചെയ്യണം. The leaden heart was very hard, so it was unable to be melted. അതെന്ന് പറയുന്നത്, നമ്മുടെ ഹാർട്ട് എന്ന് പറയുന്നത് ഭയങ്കര കട്ടിയുള്ളതാണ്, അതുകൊണ്ട് ഇതൊരിക്കലും മെൽറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പൊ ഇതിനെ എങ്ങനെ നമുക്ക് ഒരുമിച്ച് ചേർക്കാൻ പറ്റും? ചേർക്കാം. The leaden heart was too hard to be melted. അതാണ്. അപ്പോ കണ്ടോ, ഈ ടു ബി, ടു, ഇതൊക്കെ വരുന്നതെന്ന് വെച്ചാൽ അത് കറക്റ്റ് ആയിട്ട് യോജിപ്പിക്കാൻ പറ്റുന്നത്. സോ ഇറ്റ് വാസ് അണേബിൾ എന്നുള്ളത് നമുക്ക് അവിടെ കട്ട് ചെയ്യാം. The leaden heart was very hard to be melted. Unable എന്നുള്ള നമുക്ക് he was unable, it was unable, അതൊക്കെ കട്ട് ചെയ്യാം. എന്നിട്ട് ബാക്കി to be melted, to തൊട്ടുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അപ്പൊ അടുത്ത സെന്റൻസ് എങ്ങനെ എഴുതാം? The boy's mother was very poor, so she was unable to buy medicines for him. എങ്ങനെ എഴുതാം? ആര് പറയും? കൃഷ്ണത്തെ എങ്ങനെ എഴുതാം? കൃഷ്ണത്തെ അൺമ്യൂട്ട് ചെയ്തേ. എങ്ങനെ എഴുതാം? ഉറച്ചു പറ, കേട്ടൂടാ. അത് മുകളിൽ പറഞ്ഞതുപോലെ തന്നെ. അപ്പോ ഇറ്റ് അണേബിൾ എന്നുള്ള ഇതൊക്കെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. എന്നിട്ട് ടു തൊട്ടുള്ളത് നമുക്ക് വേണ്ടി ചേർക്കാൻ പറ്റും. പറയ്, കേട്ടൂടാ. കൃഷ്ണത്ത് പറയുന്നുണ്ടോ? His mother was very poor. Wait. Okay. ആരാ പറഞ്ഞ ഇപ്പൊ? കൃഷ്ണത്താണോ പറഞ്ഞേ? കൃഷ്ണത്ത് പറഞ്ഞേ? Yes, sir. പറയ്. The boy's mother was very poor. അപ്പൊ ഏതുവരെ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും ഇവിടെ നിന്ന്? Sir. To buy medicine for him. To buy medicine for him. അപ്പൊ so she was unable എന്നുള്ളത് നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാൻ പറ്റും.
എന്നൊരു ടു തൊട്ടുള്ളത് നമുക്ക് അവിടെ നിന്ന് വീണ്ടും ആഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമുക്ക് ആ ഒരു സെന്റൻസിനെ ഒരുമിപ്പിക്കാൻ പറ്റും കേട്ടോ. Yes, അപ്പൊ sir. അങ്ങനെയാണെങ്കിൽ അടുത്തത് ഇറ്റ് വാസ് വെരി കോൾഡ് ദ swallow വാസ് അൺഎബിൾ ടു ഫ്ലൈ. അപ്പൊ അതിനെ എങ്ങനെ എഴുതാം, എങ്ങനെ യോജിപ്പിക്കാൻ പറ്റും? It was very cold, unable to fly. അതിന് അങ്ങനെയാണെങ്കിൽ മീനിങ് മാറിയില്ലേ? ആർക്ക് ഫ്ലൈ ചെയ്യാൻ പറ്റത്തില്ല? Sir. ആ Sir. അഫ്സൽ പറ. It was very cold to fly. എടാ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാല് പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട്. Sir. ആ പ്രശ്നത്തെ പറ. It സിബിനാണോ പറഞ്ഞത്? Cold, swallow, Yes, sir. unable to fly. ഇപ്പൊ ആരാ പറഞ്ഞേ? ആരാ വിളിച്ചേ? ഞാൻ സിബിൻ. ഓക്കെ, സിബിനാണോ? ആ സിബിൻ എന്താ പറഞ്ഞേ? It was very cold the swallow to fly. പക്ഷേ ഇത് രണ്ട് സെന്റൻസ് അല്ലേ? അപ്പൊ ഈ രണ്ട് സെന്റൻസിനെ ഇവിടെ ചേർക്കണമെങ്കിൽ നമ്മൾ ഒരു കൺജങ്ഷൻ കൂടെ ആഡ് ചെയ്യണം. എന്ത് ആഡ് ചെയ്യാൻ പറ്റും? വാസോ ഇറ്റ് വാസ് വെരി കോൾഡ് വാസ് ദ swallow ടു ഫ്ലൈ എന്ന് പറയാൻ പറ്റുമോ? വാസ് അണേബിൾ ടു, ഇത്രയും നമുക്ക് വാസ് അണേബിൾ അത്രയും നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ ദ swallowയെ നമ്മൾ ചേർക്കുകയും വേണം. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചേർക്കും? ഇറ്റ് വാസ് വെരി കോൾഡ്. ഇവിടെ പറയ്. It was too cold for the swallow to fly. It was very cold for the swallow to fly. മനസ്സിലായോ? അതായത് ഇവിടെ നമ്മൾ രണ്ട് സെന്റൻസിനെ ചേർക്കുമ്പോൾ അവിടെ എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് അതിനെ ഒരുമിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഒരിക്കലും അതിന് രണ്ടിനെയും ഒരുമിപ്പിക്കാൻ പറ്റത്തില്ല. അപ്പൊ എന്ത് ആഡ് ചെയ്യണം? അവിടെ ഒരു കൺജങ്ഷനോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺജങ്ഷനോ പ്രപ്പോസിഷനോ എന്തെങ്കിലും നമ്മൾ അവിടെ ആഡ് ചെയ്ത് ആ സെന്റൻസ് യോജിപ്പിക്കണം. മനസ്സിലായോ? അർത്ഥം കംപ്ലീറ്റ് ആവണം, അല്ലെങ്കിൽ നമുക്കവിടെ എഴുതാൻ പറ്റത്തില്ല. അതവിടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് നമ്മൾ ഗ്രാമർ ക്ലാസ് എടുക്കുന്ന സമയത്ത് കൺജങ്ഷനും പ്രപ്പോസിഷനും അതൊക്കെ അവിടെ നമുക്ക് എടുക്കാം. അപ്പൊ ഈ ടെക്സ്റ്റ് ഒന്ന് കംപ്ലീറ്റ് ചെയ്താലേ അത് എടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം നിങ്ങൾക്ക് എക്സാമിന് ഇതായിരിക്കും കൂടുതലും ചോദിക്കുക. അപ്പോ ഇതൊന്ന് എടുത്ത് തീർത്താലേ നമുക്ക് അതങ്ങോട്ട് എടുക്കാനും പറ്റത്തുള്ളൂ കേട്ടോ. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ വിശദമായിട്ട് അവിടെ നമുക്ക് അതിൽ പഠിക്കാം. അടുത്ത ആക്ടിവിറ്റി 6. Read the following sentence taken from the story. Swallow, swallow, little swallow, will you not bring her the ruby out of my sword hilt? അപ്പോൾ നമ്മുടെ പ്രിൻസ് അവിടെ റിക്വസ്റ്റ് ചെയ്യുന്നതാണ്, will you not bring her the ruby out of my sword hilt? നമ്മുടെ ഇതിൽ നിന്ന്, ഈ സ്വാഡിൽ നിന്ന് ഈ റൂബി കൊണ്ട് കൊടുത്തൂടെ? The prince is requesting or asking the swallow to do something. പ്രിൻസ് എന്ന് പറയുന്നത് അവിടെ റിക്വസ്റ്റ് ചെയ്യാണ്, ഇന്ന കാര്യം ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യാം. You can make request using expression like this. അപ്പോൾ ഈ എക്സ്പ്രഷൻസ് യൂസ് ചെയ്ത് നമുക്ക് ഈ ഒരു റിക്വസ്റ്റ് നമുക്ക് അവിടെ നടത്താൻ പറ്റും. ഇപ്പോ can you please open the door, could you please open the door, അല്ലെങ്കിൽ would you please open the door, would you mind opening this door, അല്ലെ ആ രീതിയിൽ നമുക്ക് if you don't mind open the door, ആ രീതിയിൽ നമുക്ക് ഒരു ഇതിനെ റിക്വസ്റ്റ് നമുക്ക് അവിടെ നിന്ന് ഫോം ചെയ്യാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഇവിടെ നമുക്ക് എന്തൊക്കെ ചേർത്ത് റിക്വസ്റ്റോടെ ഫോം ചെയ്യാം? എങ്ങനെ ഫോം ചെയ്യാൻ പറ്റും? ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇതുണ്ട് കേട്ടോ, ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യാണ്. Now read the following statement and change them into request using any of the expressions above. അപ്പോ can you please, could you please, would you please, would you mind, Would you please open the door? if you don't mind, അതൊക്കെ ചേർത്ത്. അപ്പൊ ഇതൊക്കെ എന്ന് പറയുന്നത് ഈ നമ്മൾ റിക്വസ്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ്. ഇപ്പൊ പ്ലീസ് ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദ ഡോർ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് എന്ന് നമുക്ക് ആഡ് ചെയ്യാം.
അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്ന ഈ ഒരു 5 കുറച്ച് വാക്കുകൾ, ആ വാക്കുകളിൽ നിന്ന് ഓപ്പൺ ദി ഡോർ, ബ്രിങ് ദ അറ്റൻഡൻസ് രജിസ്റ്റർ ടു ദ ഓഫീസ്, ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, റീഡ് ദ ലെസൺസ് ടു മീ, ലെൻഡ് മീ 10 rupees. അപ്പോൾ ഈ സെന്റൻസുകൾ ഇവിടെ കിടക്കുന്നില്ലേ? ഇത് ഫസ്റ്റ് ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് ഇതിൽ ഏത് എക്സ്പ്രഷനുമായിട്ട് നമുക്കിവിടെ യോജിപ്പിക്കാൻ പറ്റും? Can you please open the door? Can you please open the door? Right. അപ്പോൾ അടുത്ത bring the attendance register to the office. അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുവരാൻ പറയുന്നത്. അപ്പോൾ അതാണ് എങ്ങനെ ചോദിക്കാൻ പറ്റും നമുക്ക്? എങ്ങനെ ചോദിക്കാം? അതായത് ഈ ഒരു എക്സ്പ്രഷൻ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ചോദിക്കാം? ഈ ഒരു അറ്റൻഡൻസ് രജിസ്റ്റർ ഓഫീസിലേക്ക് കൊണ്ടുവരാമോ? എങ്ങനെ ചോദിക്കും? Could you please? Could you please? Okay. അല്ലെങ്കിൽ would you please? വേറെ could you please? കുഴപ്പമില്ല. അതായത് കഴിയുമോ എന്ന് ചോദിക്കുക. Could you please bring the attendance register to the office? അടുത്തത് give me a glass of water. അത് എങ്ങനെ പറയാൻ പറ്റും വൻസ? എന്താ സാർ? Give me a glass of water. അതിനെ എങ്ങനെ റിക്വസ്റ്റ് ആയിട്ട് പറയാൻ പറ്റും? Please give water. പക്ഷെ നമ്മൾ പറഞ്ഞത് എന്തുവാ? ഇവിടെ മുകളിൽ കിടക്കുന്ന ഈ 5 എക്സ്പ്രഷൻസും അതിലേതെങ്കിലും ഒന്ന് ചേർക്കണമെന്ന്. Would you please give water? ഗീവ് വാട്ടറോ? പക്ഷെ അവിടെ ഗീവ് വാട്ടർ എന്നല്ലല്ലോ, വേറെ എന്തോ കിടപ്പുണ്ടല്ലോ. ഗീവ് മീ എ ഗ്ലാസ് വാട്ടർ എന്നല്ലേ? Yes, sir. അപ്പൊ അങ്ങനെ എന്തെഴുതും? You please give me a glass of water. എന്താ? വീഡിയോ ഓൺ ആക്കിയേ. ഓക്കെ, ഇനി പറഞ്ഞേ, എന്തോ പറഞ്ഞേ? You please give me a glass of water. അത് ഇഫ് യു ഡോണ്ട് മൈൻഡ് വെച്ചെന്ന് പറഞ്ഞേ. ഇഫ് യു ഡോണ്ട് മൈൻഡ്. You don't mind, give me a glass of water. അതല്ലേ കുറച്ചുകൂടെ കേൾക്കാൻ രസം. അതായത് ഇഫ് യു ഡോണ്ട് മൈൻഡ്, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എനിക്ക് കുറച്ച് വെള്ളം തരാമോ? പക്ഷേ അവസാനം ക്വസ്റ്റ്യൻ മാർക്ക് ചേർക്കാൻ മറക്കരുത്. അപ്പോ നിങ്ങൾ ചെയ്യേണ്ട ആക്ടിവിറ്റി ഇത്രയേ ഉള്ളൂ. ഇപ്പോൾ ലെൻഡ് മീ 10 rupees, റീഡ് ദ ലെസൺസ് ടു മീ, ക്യാരി മൈ ബാഗ്സ് ടു സ്കൂൾ. ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള യൂസ് ചെയ്യാം. ചിലപ്പോൾ ഓപ്പൺ ദി ഡോർ എന്ന് പറയുന്നത് അതിൽ ചിലപ്പോൾ ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, കുഡ് യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, വുഡ് യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, ഇഫ് യു ഡോണ്ട് മൈൻഡ് ഓപ്പൺ ദി ഡോർ, പ്ലീസ് ഓപ്പൺ ദി ഡോർ. അല്ലെങ്കിൽ അപ്പോൾ ഇഫ് യു ഡോണ്ട് മൈൻഡ്, അപ്പോൾ അതിൽ യോജിക്കുന്ന ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇപ്പോ ഇഫ് യു ഡോണ്ട് മൈൻഡ് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയുമ്പോൾ അത് യോജിക്കും. മറ്റേത് ഇഫ് യു ഡോണ്ട് മൈൻഡ് ഓപ്പൺ ദി ഡോർ എന്ന് പറയുമ്പോൾ യോജിക്കും. അതിൽ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അക്കോർഡിംഗ് ടു യു ഏതാണ് എന്നുള്ള കാര്യം എഴുതണം. ഇപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ ഓപ്പൺ ദ ഡോർ എന്ന് പറയുന്നത് ഇതിപ്പോ 5ലും യോജിക്കുന്നുണ്ടെങ്കിൽ 5 എഴുതണം. കുഡ് യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, ക്യാൻ യു പ്ലീസ് ഓപ്പൺ ദി ഡോർ, വുഡ് യു പ്ലീസ് ഓപ്പൺ ദി ഡോർ. ഇനി put a full stop here. If you don't mind, put a full stop here. Like, would you mind put a full stop here? Could you please put a full stop here? അപ്പോൾ അതിൽ ഇഷ്ടമുള്ള യോജിക്കുന്ന ഏതാണ് നിങ്ങൾക്ക് തോന്നുന്നോ അത് നിങ്ങൾ എഴുതി. അപ്പൊ അത് നിങ്ങൾ പ്രാക്ടീസ് ആവും. അതായത് കുഡ് യു പ്ലീസ്, കുഡ് യു പ്ലീസ്. അപ്പൊ ഇനി നിങ്ങൾ ആരെടുത്തും പ്ലീസ് ഗീവ് മീ എ വാട്ടർ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ എ ഗ്ലാസ് ഓഫ് വാട്ടർ, അല്ലെങ്കിൽ പ്ലീസ് ഗീവ് മീ പെൻസിൽ എന്നൊന്നും ചോദിക്കരുത്. നിങ്ങൾ ചോദിക്കുമ്പോൾ കുഡ് യു പ്ലീസ് ലെൻഡ് മീ എ പെൻസിൽ, അല്ലെങ്കിൽ കുഡ് യു പ്ലീസ് ലെൻഡ് മീ വൺ പെൻ. ഈ രീതിയിൽ വേണം ചോദിക്കേണ്ടത്, അല്ലെങ്കിൽ ചോദിക്കാനൊക്കെ. അത് നമ്മുടെ ലൈഫിൽ അത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ അത് നിങ്ങൾ എഴുതുക ആക്ടിവിറ്റി ബുക്കിൽ, അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ എഴുതുക. എഴുതിയിട്ട് എനിക്ക് അയച്ചു തരിക. അപ്പൊ അതിൽ എന്തെങ്കിലും മിസ്റ്റേക്സ് ഉണ്ടോ എന്നുള്ള കാര്യം ഞാനത് നോക്കിയിട്ട് പറയാം.
കേട്ടോ. സർ ആ 20-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് അയച്ചാൽ കുഴപ്പമുണ്ടോ? ഓക്കെ, നിങ്ങൾ 20-ാം തീയതി പരീക്ഷ കഴിഞ്ഞിട്ട് അയച്ചാലും മതി. പക്ഷെ ഒരു കാര്യമേ ഉള്ളൂ, ഇനിയിപ്പോ നിങ്ങൾക്ക് സ്കൂളിൽ എക്സാം വരും, മിഡ് ടേം എക്സാമും ഉണ്ടെന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ മിഡ് ടേം എക്സാം വരികയാണെങ്കിൽ ഈ പോർഷൻസ് ഒക്കെ അതിൽ കവർ ആവും. അപ്പൊ അതിനു മുമ്പ്, എക്സാമിന് മുമ്പ് നിങ്ങൾ എഴുതി അയച്ചില്ല എങ്കിൽ ഇനി കറക്റ്റ് ചെയ്യാനും പറ്റത്തില്ല, നിങ്ങൾ ശരിയാണോ തെറ്റാണോ എഴുതിയെന്ന് അറിയാനും പറ്റത്തില്ല. എക്സാമിന് മുമ്പ് അയച്ചു തരാം സർ. അല്ല, അതായത് ഇതങ്ങനെ വലിയ സമയം എടുക്കൂല, കുറച്ച് സമയം എടുക്കും. ജസ്റ്റ് ഇത്, അതായത് എക്സാമിന് മുമ്പായിട്ട് അയച്ചു തരിക. അല്ലെങ്കിൽ ചിലപ്പോൾ എക്സാമിന് ഞാനിത് ചോദിച്ചെന്ന് വെക്കുക, അങ്ങനെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് അവസാനം തെറ്റെഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകും. അപ്പൊ അതുകൊണ്ട് എക്സാമിന് മുമ്പ് എഴുതി അയക്കുക കേട്ടോ. Activity 7. The happy prince looked so sad that the little swallow was sorry. What made the swallow sorry? The swallow was sorry because the prince looked so sad. Look at the other instance. The milk is so hot that the children cannot drink it. Why can't the children drink the milk? The children can't drink the milk because it is hot. അപ്പോൾ ഫസ്റ്റത്തെ ആ ഒരു സെന്റൻസ് നോക്കുക. The happy prince looked so sad that the little swallow was happy. Sorry. അപ്പോൾ ഈ ഹാപ്പി പ്രിൻസ് സാഡ് ആയിട്ടിരിക്കുന്ന കണ്ടപ്പോൾ നമ്മുടെ സോളോയ്ക്ക് ആണെങ്കിൽ സങ്കടം തോന്നി. അപ്പൊ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് മെയ്ഡ് ദ സോളോ സോറി? അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ കുരുവിക്ക് സങ്കടമായത്? ദ സോളോ വാസ് സോറി because the prince looked so sad. അപ്പോൾ എങ്ങനെ എഴുതും? The little swallow was sorry because the happy prince looked so sad. അതുപോലെ ഇവിടെ the milk is so hot that the children cannot drink it. അപ്പോൾ മിൽക്ക് നല്ല ചൂട് ആയതുകൊണ്ട് അവർക്ക് കുട്ടികൾക്ക് കുടിക്കാൻ പറ്റത്തില്ല. Why can't, അപ്പൊ ചോദിക്കണം, why can't the children drink the milk? The children cannot drink the milk, അതായത് ചിൽഡ്രന് ഇത് കുടിക്കാൻ പറ്റത്തില്ല, പാല് കുടിക്കാൻ പറ്റത്തില്ല, because it is hot. Because it is, milk is so hot. ചൂടായതുകൊണ്ട് ഇത്. അപ്പോൾ ഒരു സെന്റൻസ് എഴുതി കഴിഞ്ഞാൽ അത് അടുത്ത അതിന്റെ ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ആൻസർ എഴുതും? ബിക്കോസ് എഴുതുമ്പോൾ ആ സെന്റൻസിന്റെ തലതിരിച്ചിടുന്ന ഒരു എഫക്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ ആ ഒരു വേരിയേഷൻ എങ്ങനെ വരുന്നു എന്നുള്ള കാര്യം നോക്കുക. ക്യാൻ ദ ഡോഗ്, ഇതിപ്പോ ഇവിടെ കൊടുത്തിരിക്കുകയാണ്, ദ വാൾ ഈസ് വെരി ഹൈ, ദ ഡോഗ് കനോട്ട് ക്യാച്ച് ദ കാറ്റ്. അപ്പൊ ഇത് നല്ല ഉയരമുള്ള മതിലാണ്, പട്ടിക്ക് പൂച്ചയെ പിടിക്കാൻ പറ്റത്തില്ല. അപ്പൊ ക്വസ്റ്റ്യൻ ഇത്, ക്യാൻ ദ ഡോഗ് ക്യാച്ച് ദ കാറ്റ്? പട്ടിക്ക് പൂച്ചയെ പിടിക്കാൻ പറ്റുമോ? നോ. അപ്പൊ അതെങ്ങനെ സെന്റൻസിൽ എഴുതണം? അപ്പൊ ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്ത് എഴുതിക്കേ. അതായത് The dog cannot catch the cat because it is sitting on the high wall. അത് because the wall is very high എന്ന് മതി. The dog cannot catch the cat. അപ്പൊ because, അപ്പൊ ആ ഒരു കൺജങ്ഷൻ അവിടെ ചേർക്കണം. Because the wall is very high. കേട്ടോ, ആ സെന്റൻസിനെ തിരിച്ചിട്ടു അതിനോട് ബിക്കോസ് എന്ന് പറയുന്ന ആ ഒരു കൺജങ്ഷൻ കൂടെ ചേർക്കുമ്പോൾ, അല്ലെങ്കിൽ മിഡിൽ ഒരു വാക്ക് കൂടെ അവിടെ ചേർക്കുമ്പോൾ അത് അതിന്റെ സെന്റൻസിന്റെ ആ ഒരു മീനിങ് മാറി, ആ ഒരു സെന്റൻസ് ഒറ്റ സെന്റൻസ് ആയി ആ സെന്റൻസ് ജോയിൻ ചെയ്തു. അടുത്ത, can the girl get into the bus? The bus is full of passengers. The girl cannot get into it. The girl cannot അപ്പൊ get ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് can the girl get into a bus? അപ്പൊ അതുകൊണ്ട് ഗേളിന് ബസ്സിനകത്ത് കയറാൻ പറ്റുമോ? എങ്ങനെ പറയാം? Sir, the girl cannot get into the bus because it is full of passengers. Okay, സിബിൻ പറഞ്ഞേ. സിബിൻ. Because the bus was full of passengers.
അപ്പൊ ഫുൾ ആയിട്ട് പറയും, സെന്റൻസ് കംപ്ലീറ്റ് ചെയ്ത് പറയും. The girl cannot get into the bus get into it because the bus is full of passengers. The girl cannot get into the bus because it is full of passengers. The frock is very small. The girl cannot wear it. ഈ ഫ്രോക്ക് ചെറുതായതുകൊണ്ട് ഗേളിന് ഇത് ഇടാൻ പറ്റത്തില്ല. Can the girl wear the frock? No. അപ്പൊ അതെങ്ങനെ എഴുതും? സെന്റൻസ് ആയിട്ട് പറയേ. Sir, the girl cannot wear the frock because it is very small. Because it is very small. അപ്പൊ the girl cannot wear the frock because it is very small. Can the boy cross the river? The river is very wide. The boy cannot swim across it. Answer പറഞ്ഞേ. The boy cannot swim across it because the river is very wide. അഫ്സൽ പറഞ്ഞേ. Sir, പറയ്. the boy cannot swim across it because the river is very wide. ഞാൻ ഒരു കാര്യം ചോട്ടെ. Across it, ഇപ്പൊ ഒരാൾ അതിന്റെ സെന്റൻസ് മാത്രമേ വായിക്കുന്നുള്ളൂ. The boy cannot swim across it. എന്തോന്നിന്റെ അക്രോസ് ചെയ്യാൻ പറ്റത്തില്ല? അത് റിവർ ആണോ, പോണ്ട് ആണോ, സീ ആണോ ഒന്നും പറയുന്നില്ലല്ലോ. അപ്പോ ഫസ്റ്റ് ആ ഒരു സബ്ജക്ട് എന്താണ്, അല്ലെ ആ ഒരു ഒബ്ജക്ട് എന്താണെന്നുള്ള ഫസ്റ്റ് സെന്റൻസിൽ തന്നെ കൊടുക്കണം. The boy cannot swim across the river because it is very wide. മനസ്സിലായോ? അപ്പോ the boy cannot swim across it. It എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? It എന്ന് പറയുന്നത് എന്താ? പിള്ളേരെ ഇവിടെ it എന്ന് പറഞ്ഞത് എന്താ അർത്ഥം? എന്തിനാണ് it എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? ഇവിടെ it എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനെയാ? It എന്ന് പറയുന്നത് റിവർ. റിവറിനെ. അപ്പോ the boy cannot swim across the river because എന്നിട്ട് because because it is very wide. പിന്നീട് it ചേർക്കാം. അപ്പൊ it ഇപ്പുറത്ത് വരും, റിവർ ഇപ്പുറം വരും. The river because it is very wide. മനസ്സിലായോ? അതുപോലെ തന്നെയാണ് ഇവിടെ the girl cannot wear it എന്ന് പറയത്തില്ല. ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് പറയും. ചിലപ്പോൾ ഫ്രോക്ക് ആവാം, ഇതാവാം, എന്താവാം. പക്ഷെ അതുകൊണ്ട് ആദ്യം ഫ്രോക്ക് എന്ന് പറയണം. The girl cannot wear the frock because it is very small. കേട്ടോ? അപ്പൊ ആ രീതിയിൽ സെന്റൻസ് കൺസ്ട്രക്ട് ചെയ്യണം. It is very wide. ഓക്കെ, മനസ്സിലായോ അത് എങ്ങനെയാണെന്നുള്ള കാര്യം? Yes, sir. Yes, sir. അൻസാസിൻ മനസ്സിലായോ? Yes, sir. കൃഷ്ണജിത്ത് Sir. മനസ്സിലായോ അത്? ഉറപ്പാണോ? ഓക്കെ. അഫ്സലിനോ? മനസ്സിലായി സർ. ഓക്കെ. അടുത്ത edit the passage. Last question. Read the passage given below. There are few errors in it. They are underlined, highlighted. അപ്പോൾ ഈ ഡാർക്കിൽ കൊടുത്തിരിക്കുന്നതിലാണ് എന്തൊക്കെയോ മിസ്റ്റേക്ക് ഉള്ളത്. ദീപു wanted to go for a film. ദീപുവിന് ഒരു ഫിലിമിന് പോകണമെന്നുണ്ടായിരുന്നു. He asked his mother some money for the ticket. He asked എന്ന് പറഞ്ഞു അപ്പോൾ അതായത് അവന് പോണമായിരുന്നു. പക്ഷേ ഇവിടെ he asked his mother some money for the ticket. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അതൊരു പാസ്റ്റ് ഫോമിലുള്ള സെന്റൻസ് ആണ്, അതുകൊണ്ട് ആസ്ക്. അടുത്ത് ask your father, said the mother. He ran to his father's room. By then his father have left. Has.
എത്ര പേര് ഹാസ് എന്ന് പറയുന്നു? എത്ര പേര് ഹാസ് എന്ന് പറയുന്നു? അൻസ, അസിബിൻ, ആഷ്ന, അസിബ്. അപ്പോ കൃഷ്ണത്തെ നീ എന്ത് പറയുന്നു? അവിടെ എന്ത് വരുവായിരുന്നു? ഏതാ? ഹാസ്. അപ്പോ ഹാസ് എന്ന് പറയുന്നു. ബാക്കിയുള്ളവരോ? അഫ്സറെ നീ എന്ത് പറയുന്നു? എന്താ? ഇവിടെ ഹാവാ കിടക്കുന്നേ. അതാണ് എന്തോ ഒരു മിസ്റ്റേക്ക്. ഏതാ? HAD. ഹാഡ്. ഹാഡ് എത്ര പേര് പറയുന്നു? മനീഷ്. വേറെ ആരുമില്ല? സിബിൻ നേരത്തെ കൈവക്കിയിരിക്കുന്ന. ഓക്കെ, അപ്പൊ മനീഷ് ഉണ്ട്. വേറെ വളരെ ഇതിന്റെ മീനിങ് നോക്ക്. അതായത് by then his father had left. അതായത് അവിടെ ഉദ്ദേശിക്കുന്നത് ഓൾറെഡി ഫാദറിന്റെ അടുത്ത് ചോദിക്കാൻ പറഞ്ഞു. അപ്പൊ ഫാദറിന്റെ അടുത്ത് ചോദിക്കാൻ പോയപ്പോഴത്തേക്കും ഓൾറെഡി ആ ഫാദർ പോയി കഴിഞ്ഞിരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾറെഡി പോയി കഴിഞ്ഞിരുന്നു. അപ്പൊ അതിന്റെ വാക്കെന്താ? ഹാഡ്. HAD. ഹാഡ്. ഓൾറെഡി പോയി. പാസ്റ്റ്. ഹാവിന്റെ പാസ്റ്റ് ഏതാ? ഹാവിന്റെ പാസ്റ്റ് എന്ന് പറയുമ്പോ ഹാഡ്. ഓക്കെ, ഹാഡ്. He went back to his mother and get the money. പക്ഷെ അതും പാസ്റ്റ് ഫോമാ നമുക്ക് ആവശ്യം. അപ്പൊ എന്ത് പറയും? ഗെറ്റിന്റെ പാസ്റ്റ് എന്താ? ഗെറ്റിന്റെ പാസ്റ്റ് got. Thank you mom said Deepu. He ran out. അപ്പോ താങ്ക് യു ഒക്കെ പറഞ്ഞിട്ട് അവൻ പോയി. By the time he reached the bus stop, the bus had gone. അതിലെന്തോ ഒരു മിസ്റ്റേക്ക്. ഹാഡ് ഗോ. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. എന്താ മിസ്റ്റേക്ക്? ഹാഡ് വന്നു കഴിഞ്ഞാല് B3 ഫോം, അതായത് വെർബിന്റെ B3 ഫോമേ യൂസ് ചെയ്യാവൂ. അപ്പോ ഹാഡ് ഗോൺ. Gone. Somehow he managed to reach the theater. Reached എന്നാ കൊടുത്തിരിക്കുന്നത്. അതിലെന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്താ? കാര്യം എന്താ? ഇവിടെ മാനേജ്ഡ് ടു, അത് മാനേജ്ഡ് എന്ന് വന്നതുകൊണ്ട് അവിടെ നമുക്ക് പാസ്റ്റ് ഫോമിന്റെ ആവശ്യമില്ല. റീച്ച് എന്ന് മാത്രം മതി. അത് പ്രസന്റ് ടെൻസ് മാത്രം മതി. അപ്പോ മാനേജ് ടു റീച്ച് ദ തിയേറ്റർ. ബട്ട് അലാസ് by then the show begun. അവിടെ എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അപ്പൊ വന്നപ്പോഴേക്കും കഴിഞ്ഞിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ എന്തായിരിക്കും പറഞ്ഞ് വരിക? വേറെ പറ. ഹാഡ് ബിഗൺ. കാരണം അത് പാസ്റ്റ് ഫോം അല്ലേ, അതായത് തുടങ്ങി കഴിഞ്ഞിരുന്നു. ഹാഡ് ബിഗൺ, ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. What shall I do? Let me go home. I shall buy some peanuts and walk home. He decided. He felt for the purse in his pocket. My God, somebody dash shall have picked my pocket. ആരോ എന്റെ പേഴ്സ് അടിച്ച് മാറ്റി എന്നാണ് പറഞ്ഞത്. അപ്പോ ഹാവ് ആയിരിക്കും വരിക, അതോ വേറെ എന്തെങ്കിലും വരിക? എത്ര പേര് ഹാസ്? വേറെ കൃഷ്ണത്ത് എന്ത് പറയുന്നു? ഹാസ് തന്നെയാണോ? അപ്പൊ എല്ലാരും ഹാസ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, somebody have picked my pocket, അതായത് ആരോ എന്റെ പേഴ്സ് അടിച്ചു മാറ്റി കഴിഞ്ഞു, പാസ്റ്റിൽ നടന്ന സാധനം. അപ്പൊ അവിടെ എന്ത് വരും? എന്ത് വരും അൻസ? സ്പെല്ലിംഗ് പറഞ്ഞ HAD. ഹാഡ്. അതായത് ഓൾറെഡി എന്റെ പോക്കറ്റ് ആരോ പോക്കറ്റ് അടിച്ച് കഴിഞ്ഞു.
അപ്പോ ഹാഡ് പിക്ഡ് മൈ പോക്കറ്റ്, HAD. മനസ്സിലായോ? Yes, sir. അപ്പൊ അതാണ്. അപ്പൊ Yes, sir. പാസ്റ്റ് ടെൻസിലുള്ള സാധനങ്ങളെ പാസ്റ്റിൽ തന്നെ എഴുതാൻ നോക്കണം. ഇത് കണ്ട എല്ലാം പാസ്റ്റ് ടെൻസ് ആണ് നമുക്ക് അവിടെ നോക്കേണ്ടി വരുന്നത്. പാസ്റ്റ് ടെൻസിലാണ് എല്ലാം എഴുതിയിട്ടുള്ളത് കേട്ടോ. എന്തോടെ ഭയങ്കര ബഹളം കേൾക്കുന്നു. അവിടെ അവന്റെ മനീഷിന്റെ അവിടെ എന്തോ ഇത് തകരമൊക്കെ എടുത്തിട്ട് അടിക്കുന്ന ഒരു ഇതുണ്ട്. ഓക്കെ, അപ്പോ ഇത് കറക്റ്റ് ചെയ്ത് നിങ്ങൾ എഴുതുക കേട്ടോ. ചിലപ്പോ ഇതേ സാധനം തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അടുത്ത എക്സാമിനും തരുന്നത്. ആ സമയത്ത് തെറ്റിക്കരുത് കേട്ടോ. അപ്പൊ പാസ്റ്റ് ടെൻസിലാണെങ്കിൽ അത് അങ്ങനെ എഴുതാനായിട്ട് പറ്റണം. ഓക്കെ, ഇത് നമുക്ക് വേണ്ട അത്ര. ഇനി ഇതിലുള്ള മീനിങ്സ്, ഈ വാക്ക് ഇതിലുള്ള മീനിങ്സ് നിങ്ങൾ കാണാതെ പഠിക്കണം. നിങ്ങൾക്ക് സാധാരണ ഇതിൽ മറ്റേ സാറായിരുന്ന കുറേ വാക്കുകൾ ഇതേവരെ കാണാതെ പഠിക്കാൻ തരുമായിരുന്നു. പക്ഷെ നിങ്ങൾ ഇതിൽ പഠിക്കേണ്ടത് ഈ വാക്കുകൾ ആണ്. ഇത്രയും വാക്കുകൾ നിങ്ങൾ കാണാതെ പഠിക്കണം അടുത്ത എക്സാമിന് മുമ്പ് കേട്ടോ. ഞാന് ഈ എക്സാമിന് ഇത് വരത്തക്ക രീതിയിലായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുക. ഞാൻ ഈ വാക്കുകൾ കൂടുതലും അതിൽ ആഡ് ചെയ്യും. നിങ്ങൾക്ക് ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വാക്ക് പഠിച്ചിരിക്കണം. പിന്നെ ഈ വാക്കുകൾ നിങ്ങളുടെ എക്സാമിന് എഴുതേണ്ടി വരും. ഞാൻ ചിലപ്പോ ഇതിന്റെയൊക്കെ പാസ്റ്റ് ഫോം ഇതൊക്കെ ഞാനങ്ങ് തന്നിരിക്കും. അപ്പൊ അതെന്താണെന്നുള്ള അറിയണം. ഇത്രേന്റെയും മീനിങ് പഠിക്കണം. മലയാളം മീനിങ് അറിയണമെന്നുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ഡിക്ഷണറി നോക്കണം. മലയാളം ഡിക്ഷണറിയുടെ നോക്കുക, ഇത് പഠിക്കുക കേട്ടോ. അപ്പോ അത്ര തന്നെയാണ് അവിടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ.